നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ദുര്യോധനന്റെ ഭാവിയില്, ദുര്യോധനന്റെ ജീവിതത്തില് വലിയ ഇടുത്തിയായിട്ട് വന്നു നിൽക്കുന്നു എന്ന് ദ്രോണൻ ദുര്യോധനനെ ഓർമ്മിപ്പിക്കുകയാണ്. അന്ന് അരുത് അരുത് എന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, നീ കേട്ടില്ല. നിന്റെ ആ കർമ്മങ്ങൾ ഒന്നും ഞങ്ങൾക്ക് സമ്മതമായിരുന്നില്ല. ഞങ്ങൾ അപ്പോഴപ്പോൾ അതിനെല്ലാം എതിർത്തു പോന്നു. ഇപ്പോൾ നീ ഈ യുദ്ധത്തിന് തയ്യാറെടുത്തതും ഞങ്ങളുടെ സമ്മതത്തോടു കൂടിയിട്ടല്ല. ഭീഷ്മനും ദ്രോണൻ ആയ ഞാനും അതേപോലെ മുതിർന്ന അനേകം ആളുകളും ഈ യുദ്ധത്തെ എതിർത്തു. പക്ഷേ നിനക്ക് നിർബന്ധം, യുദ്ധത്തിന് പുറപ്പെട്ടാൽ തോൽക്കുകയേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. എന്തുകൊണ്ടെന്നാൽ ധർമ്മം നിന്റെ പക്ഷത്തല്ല, ധർമ്മം പാണ്ഡവപക്ഷത്താണ്. അതുകൊണ്ട് ധർമ്മമേ ജയിക്കൂ, പാണ്ഡവരെ ജയിക്കൂ, നിനക്ക് വിനാശം വരും എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ ചില കടപ്പാടുകൾ മൂലം ഞങ്ങൾ നിന്റെ പക്ഷത്ത് നിൽക്കേണ്ടതായി വന്നു, ഭീഷ്മ പിതാമഹനും ഞാനുമെല്ലാം. അങ്ങനെ നിന്റെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന അതൊരുപക്ഷെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, നീ ചെവിക്കൊള്ളില്ല. ഇതിലെന്ത് വേദനപ്പെടാനിരിക്കുന്നു എന്ന് ചോദിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാണ്ഡവന്മാരാരെന്നറിയോ? പുത്രാണാമിവ ചൈതേഷം ധർമ്മമാചരതാം സദാ. ഇവരെല്ലാം, ഈ പാണ്ഡവന്മാരെല്ലാം എനിക്ക് മക്കളെപ്പോലെയാണ്. രക്ഷകർത്താക്കൾ എങ്ങനെയാണോ മക്കളെ അങ്ങേയറ്റം സ്നേഹത്തോടു കൂടിയിട്ട് ചിന്തിക്കുക, അവരെ ലാളിക്കുക, മക്കളുടെ അഭ്യുദയത്തിന് വേണ്ടിയിട്ട് നിരന്തരം ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനു വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക, ആ സ്നേഹം നിറഞ്ഞ മനസ്സോടുകൂടി മാത്രമേ എനിക്ക് പാണ്ഡവന്മാരെ കാണാൻ പറ്റൂ. അവർ എനിക്ക് മക്കൾക്ക് തുല്യരാണ്. യഥാർത്ഥത്തിൽ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം അതാണ്. ശിഷ്യന്റെ മുന്നില് ഗുരു പിതാവാണ്. ഗുരുവിന് ശിഷ്യന്മാരെല്ലാവരും മക്കളാണ്. അതാണ് ഗുരു ശിഷ്യ ബന്ധത്തിന്റെ പ്രത്യേകത. അങ്ങനെ എന്റെ മക്കളെപ്പോലെയുള്ളവരായ ഈ പാണ്ഡവന്മാർ, അവർ എങ്ങനെയുള്ളവർ? സദാ എല്ലായ്പ്പോഴും ധർമ്മം ആചരതാം, ധർമ്മത്തെ തന്നെ ആചരിക്കുന്നവർ. എന്തൊക്കെയാണോ ഞാൻ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു തെല്ലുപോലും വ്യതിചലിക്കാതെ ധർമ്മം തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ. അവരെ ദ്രുഹ്യേത്കോന്നു നരോ ലോകേ മദന്യോ ബ്രാഹ്മണ ബ്രുവ. ഞാനല്ലാതെ വേറെ ആര് ഈ പ്രകാരത്തിൽ ദ്രോഹിക്കും? ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ എൻ്റെ മക്കൾക്ക് തുല്യരായ പാണ്ഡവരെ അവർക്കെതിരെ നിന്ന് യുദ്ധം ചെയ്ത് ദ്രോഹിക്കുകയായിരുന്നു. ഈ ലോകത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? വിശേഷിച്ചും ബ്രാഹ്മണനാണ് ഞാൻ എന്ന് പറയുന്ന ഈ ഞാൻ, സ്വയം ബ്രാഹ്മണനെന്ന് അഭിമാനിക്കുന്ന ഈ ഞാൻ, ആ അഭിമാനം അനർഹമാണ് എന്ന് ദ്രോണന്റെ വാക്കുകളില് പ്രതിധ്വനിക്കുന്നു. എന്തുകൊണ്ട് അനർഹത വന്നു? അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടി വന്നതുകൊണ്ട്. ദുര്യോധന, നിന്റെ കൂടെ നിൽക്കേണ്ടി വന്നതുകൊണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നതുകൊണ്ട്. അങ്ങനെ ഞാൻ ബ്രാഹ്മണൻ എന്നുള്ള പേരിന് പോലും അർഹനല്ലാതായി തീർന്നു.
ബ്രാഹ്മണനെന്ന് സ്വയം പറഞ്ഞിട്ട് ഞാനല്ലാതെ ഈ ലോകത്തിൽ ആരാണ് മക്കൾക്ക് സദൃശരായ പാണ്ഡവന്മാരോട് ഈ പ്രകാരത്തിലുള്ള ദ്രോഹപ്രവർത്തികൾ ചെയ്യുക? ദ്രോണന്റെ മനസ്സില് കൂരമ്പ് പോലെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ പലതുണ്ട് ആ പടക്കളത്തിൽ. അതിലേറ്റവും പ്രധാനം ഈ സംഭാഷണം നടക്കുന്നത് 14-ാം ദിവസം വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. അവിടെ രാത്രിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ഒരു ദിവസം മാത്രമാണ് രാത്രിയിൽ യുദ്ധം നടന്നത്. ജയദ്രഥവധം വരെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നടന്നു. ഇരുട്ട് വ്യാപിച്ചു, രാത്രിയായെന്ന് തോന്നി. ജയദ്രഥവധം നടന്നു. അപ്പോഴേക്കും സൂര്യൻ തെളിഞ്ഞു കാണപ്പെട്ടു. ഇരുട്ട് മാറി, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ചക്രവാളത്തിൽ എത്താൻ ഇനി അല്പക്കൂടി സമയമുണ്ട്. അതായിരുന്നു ജയദ്രഥവധത്തിന്റെ സമയം. അത് കഴിഞ്ഞിപ്പോ ഇതാ രാത്രി ആയി കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം ഇപ്പോഴും തകർത്ത് നടക്കുന്നു. ആ സമയത്ത് ദ്രോണൻ പറയുകയാണ്, ഇന്നുൾപ്പെടെ ഈ 14 ദിനങ്ങളില് താൻ ചെയ്തിട്ടുള്ള പല ക്രൂരകർമ്മങ്ങളും ദ്രോണന്റെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരുന്നു, തികട്ടി വരുന്നു. അതാണ് ദ്രോണൻ ഈ പ്രകാരത്തിൽ പറയാനുള്ള കാരണം. താൻ ചെയ്തിട്ടുള്ളതായ ക്രൂരതകൾ അതിലേറ്റവും വലുത് തലേ ദിവസം നടന്ന അഭിമന്യു വധം തന്നെയാണ്. അഭിമന്യുവിനെ കൊന്നത് താനും തന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് തന്റെ കൂടെ നിന്ന മറ്റ് കർണൻ, ദുര്യോധനൻ, ദുശാസനൻ, ശല്യൻ, കൃപൻ, അശ്വത്ഥാമാവ് തുടങ്ങിയ വീരന്മാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ്. തന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് കർണൻ ഒളിയം പെയ്ത് ആ ബാലകന്റെ വില്ല് പുറകിൽ നിന്ന് ഇത് മുറിച്ചു. അങ്ങനെയാണ് അവസാനം ആ ബാലകനെ തോൽപ്പിക്കാനുള്ള വഴിയൊരുങ്ങുന്നത്. താൻ ചെയ്ത ആ ക്രൂരകർമ്മം ആ ദ്രോണന്റെ മനസ്സില് മായാതെ കിടക്കുന്നു. അതാണ് ഈ വാക്കുകളായി വന്നത്. ഞാനല്ലാതെ വേറൊരാൾ ഇങ്ങനെ ആ ധാർമ്മികന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരോട് ക്രൂരകർമ്മം ചെയ്യുന്നതെങ്ങനെ ചോദിക്കുന്നു. പാണ്ഡവാനാമയം ഗോപ ത്വയാ ശകുനിനാ സഹ ആഹൃതോ ധൃതരാഷ്ട്രസ്യ സമ്മതേ കുരു സംസതി. പാണ്ഡവന്മാര് നിന്നോട് കോപിച്ചിരിക്കുന്നു, നിന്നോട് വളരെയേറെ കരുത്തോടുകൂടിയിട്ട് യുദ്ധം ചെയ്യുന്നു. ഇത് അവരുടെ സ്വഭാവത്തിന്റെ ദൂഷ്യം കൊണ്ടല്ല, നീ അത് വിലയ്ക്ക് വാങ്ങിയതാണ്. അന്ന് ധൃതരാഷ്ട്രന്റെ പരിപൂർണമായ സമ്മതത്തോടു കൂടിയിട്ട് ശകുനിയോടും അതേപോലെ തന്നെ നിന്റെ സഹായികളായ കർണൻ, ദുശാസനൻ തുടങ്ങിയ ആളുകളോടുമൊപ്പം ചേർന്നിട്ട് നീ പാണ്ഡവന്മാരുടെ കോപത്തെ വിലയ്ക്ക് വാങ്ങി. അങ്ങനെ വളരെയേറെ ക്രൂരകർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലമായി ആ കോപം ഭീമന്റെ 2 പ്രതിജ്ഞകളായി ആ സദസ്സിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. അതാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദുര്യോധനന്റെ അനുജന്മാർ അനേകം പേര് ഈ 14 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ദുര്യോധൻ വലിയൊരു ദുഃഖമായിട്ട് അതിനെക്കുറിച്ചും ദ്രോണനോട് പറഞ്ഞല്ലോ. ഭീമൻ എന്തുകൊണ്ട് അവരെ എല്ലാം തച്ചുകൊല്ലുന്നു? നീ ഭീമന്റെ എല്ലാ പാണ്ഡവന്മാരുടെയും ക്രോധത്തെ നീ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നീ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവരെ ഇങ്ങനെ ക്രുദ്ധരാക്കി തീർത്തു. അവരെങ്ങനെ സഹിക്കുമത്? അവസരം വന്നു, നീ തന്നെ യുദ്ധത്തിന് കളമൊരുക്കി. യുദ്ധം ഒഴിവാക്കാൻ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള സജ്ജനങ്ങൾ ചെയ്ത സകല സമാധാന ശ്രമങ്ങളെയും നീ തന്നെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. ഇപ്പോഴിതാ പാണ്ഡവന്മാർക്ക് അവസരം ഒരുങ്ങിയിരിക്കുന്നു. അവർ അവരുടെ പ്രതിജ്ഞകളെല്ലാം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ ദുഃഖങ്ങളെല്ലാം നീ സ്വയം വരുത്തിവെച്ചതാണ്, വിലയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ ചൂത് കളിച്ചപ്പോഴും അതിനു മുമ്പ് അരക്കില്ലത്തിലേക്ക് ഇവരെ പറഞ്ഞയച്ചപ്പോഴും അങ്ങനെയുള്ള സംഭവ പരമ്പരകളിലൊക്കെ നിനക്ക് സൗകര്യങ്ങൾ പലതുണ്ടായിരുന്നു.
പക്ഷെ അതെല്ലാം ഇതാ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിന് നീ എന്നെ എന്തിന് ഈ പ്രകാരത്തില് കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നു? ആരൊക്കെ ചേർന്നിട്ടാണ് ആ കോപത്തെ വർദ്ധിപ്പിച്ചത്? ദുശാസനേന സംയുക്ത കർണേന പരിവർദ്ധിത. ആ കോപത്തെ ദുശാസനോടൊപ്പം ചേർന്നാണ് നീ പാണ്ഡവന്മാരുടെ ഹൃദയത്തില് ജ്വലിപ്പിച്ചത്. അതിനെ വർദ്ധിപ്പിച്ചതാര്? അതിനെ കാട്ടുതീ പോലെ വർദ്ധിപ്പിച്ചത് കർണൻ. ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഭയങ്കരമായ വിപത്തിനെ വരുത്തിവെച്ചു. അന്ന് വിതുരൻ പറഞ്ഞല്ലോ, വിതുരന്റെ വാക്കുകളെ നിങ്ങൾ കേട്ടില്ല. ക്ഷത്തുർവാക്യമനാദൃത്യ, ക്ഷത്താവിന്റെ വാക്കിനെ അനാദരിച്ചുകൊണ്ട് ഒരു തവണയല്ല, 5 തവണയല്ല, 10 തവണയല്ല, ബാല്യം മുതല് നീ നിരന്തരം എത്ര ക്രൂരകർമ്മങ്ങൾ അവരോട് ചെയ്തു.